ദിനത്തിറക്കിയത്. പുതിയ ബസ്സുകൾ സർവീസ് തുടങ്ങിയപ്പോൾ PSC വഴി 20,000-ഓളം പേരെ പുതുതായി നിയമിച്ചു. എന്നിട്ടും ആവശ്യത്തിന് ഡ്രൈവർമാരെ കിട്ടാനില്ലാത്തതാണ് KSRTC നേരിടുന്ന പ്രശ്നം. KSRTCയുടെ സേവനത്തിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു. ഉത്തര കേരളത്തിൽ മലബാർ ബസ് എന്ന പേരിൽ ബസ് സർവീസ് തുടങ്ങിയതോടെ യാത്രാക്ലേശം കുറയ്ക്കാൻ കഴിഞ്ഞു. 351 സർവീസുകളാണ് മലബാർ സർവീസ് എന്ന പേരിൽ തുടങ്ങിയത്. 3 ദിവസം മുമ്പാണ് കോഴിക്കോട്ട് കാസർഗോഡ് ബസ് ടെർമിനൽ കമേഴ്ഷ്യൽ കോംപ്ലക്സ് ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം ചെയ്തത്. KSRTC സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മൊത്തം ബസ് സർവീസുകളുടെ 27% ഇന്ന് KSRTC വകയാണ്. 4 കൊല്ലം മുമ്പ് ഇത് 13% മാത്രമായിരുന്നു. സംസ്ഥാന സർക്കാർ 4.5 വർഷം കൊണ്ട് 509 കോടി രൂപയുടെ സഹായം നൽകിക്കൊണ്ടാണ് KSRTCയെ പ്രതിസന്ധിയിൽ മോചിപ്പിച്ച് മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നത്. നിരന്തരമായ സർക്കാർ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാനും മുന്നേറാനും കഴിയുന്ന സ്ഥാപനമായി KSRTCയെ മാറ്റിയേ തീരൂ. അതിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.